السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وحده، والصلاة والسلام على سيدنا محمد الذي لا نبي بعده وعلى آله وصحبه الموفين عهده. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അൽ ഹികമുൽ അതാഇയ എന്ന മഹൽ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെയുള്ള പഠന യാത്രയിലേക്ക്, ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ 10ാമത്തെ എപ്പിസോഡിൽ 9ാമത്തെ ഹിക്മത്താണ് ഇമാം ഇബ്നു അതാഇല്ലാഹി സക്കന്ദരി റഹിമഹുല്ലായുടെ കിതാബുൽ ഹികമിൽ അതാഇയയിലെ 9ാമത്തെ ഹിക്മത്താണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. 9ാം ഹിക്മത്ത് മഹാനവർകൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: തനവ്വഅത് അജ്നാസുൽ അഅമാൽ ലിതനവ്വുഇ വാരിദാത്തിൽ അഹ്വാൽ. തനവ്വഅത് അജ്നാസുൽ അഅമാൽ ലിതനവ്വുഇ വാരിദാത്തിൽ അഹ്വാൽ. എന്താണ് ഈ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പതിവ് പോലെ അതിലെ മുഫ്രദാത്ത് അഥവാ പദങ്ങൾ ആദ്യം നമുക്ക് പരിചയപ്പെടാം. തനവ്വഅത്, നൗഅ് നമുക്കെല്ലാവർക്കും അറിയാം. നൗഅ് എന്ന് പറഞ്ഞ ഇനം. തനവ്വഅ എന്ന് പറഞ്ഞാൽ തരം തിരിഞ്ഞു, പല പല ഇനങ്ങളായി. അതാണ് തനവ്വഅ. നൗഅുകളായി, പല ഇനങ്ങളായി, പല തരത്തിലുള്ളതായി. അജ്നാസ് എന്നത് ജിൻസ് എന്നതിൻ്റെ ബഹുവചനമാണ്. ജിൻസ് എന്ന് പറഞ്ഞാൽ വകുപ്പ്, തരം, ഇനം. അന്നാസു അജ്നാസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ജനങ്ങൾ പലതരമാണ് എന്ന അർത്ഥത്തിൽ അന്നാസു അജ്നാസ്. അപ്പം ജിൻസ് എന്ന ഏകവചനത്തിൻ്റെ ബഹുവചനമാണ് അജ്നാസ്. അർത്ഥം വകുപ്പ്, ഇനം, തരം എന്നൊക്കെ. അല്ല അമാൽ എന്നത് അമൽ എന്നതിൻ്റെ ബഹുവചനം, അമലുകൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ. ലി തനവ്വുഇ, ചില നുസ്ഖകളിൽ ബി തനവ്വുഇ എന്നും കാണാം. അർത്ഥം രണ്ടും ഒന്ന് തന്നെ. ബി തനവ്വുഇ എന്നാകുമ്പോൾ തനവ്വുഇ കൊണ്ട്, ലി തനവ്വുഇ എന്ന് പറഞ്ഞാൽ തനവ്വുഇ കാരണം, രണ്ടും ഒന്ന് തന്നെയാണ്. സബബിയ അഥവാ കാരണം എന്നർത്ഥം. ലി തനവ്വുഇ തരം തിരിയുന്നത് അഥവാ വ്യത്യസ്ത ഇനങ്ങൾ ആകുന്നതിൻ്റെ കാരണം കൊണ്ടാണ്. എന്തിൻ്റെ തനവ്വുഇ? വാരിദാത്തിൽ അഹ്വാൽ. വാരിദ്, വറദ യരിദു. വറദ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു, ചെന്നു എന്നൊക്കെയാണ് വറദ. വാരിദ് നമ്മൾ പറയാറുണ്ടല്ലോ. ഖുർആനിൽ വാരിദായത്, ഹദീസിൽ വാരിദായത്, അസറിൽ വാരിദായത് എന്നൊക്കെ പറയാം. വാരിദ് എന്ന് പറഞ്ഞാൽ വന്നത് എന്നർത്ഥം, വന്നു ചേർന്നു എന്നൊക്കെ അർത്ഥം. വെള്ളം കുടിക്കാൻ നീരുറവയുടെ അടുക്കലേക്ക് ചെന്നു എന്നതിന് വറദ. ഫലമ്മാ വറദ മാഅ മദിയന എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. വറദ യരിദു. അപ്പോൾ വറദ എന്ന് പറഞ്ഞാൽ ചെല്ലുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് സ്വതറ. വാരിദാത്ത് എന്ന് പറയും വരുമാനം, വരവ്. നമ്മുടെ സാധാരണ വരവ്, ഇൻകം, വരവ്. അതിന് വാരിദാത്ത് എന്ന് പറയും. അതുപോലെ പിന്നെ ഈറാദ് എന്ന് പറയും. ഈറാദ്, തസ്ദീർ. ഈറാദ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, കൊണ്ടുവരിക, ഇറക്കുമതി ചെയ്യുക. അതിന് അറബിയിൽ ഈറാദ് എന്ന് പറയും. ഇസ്ദാർ എന്ന് പറഞ്ഞാൽ കയറ്റുമതി ചെയ്യുക. പദങ്ങൾ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ വാരിദാത്ത് എന്ന് പറഞ്ഞാൽ വന്നു ചേരുന്നത്, വന്നു ചേരുന്നവ. അൽ അഹ്വാൽ, ഹാൽ എന്നതിൻ്റെ ബഹുവചനമാണ് അൽ അഹ്വാൽ, അവസ്ഥകൾ. അപ്പോൾ എന്തായി ഇപ്പോൾ മൊത്തം? തനവ്വഅത് അജ്നാസുൽ അഅമാലി, അമലുകൾ അഥവാ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ. ഈ അനുഷ്ഠാന കർമ്മങ്ങളുടെ ഇനങ്ങൾ, തരങ്ങൾ വ്യത്യസ്തമായത്. അമലുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു അൽ മുഖർരിബത്തി ഇലല്ലാഹ് എന്നർത്ഥം. അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിലേക്ക് മനുഷ്യന് സാമീപ്യം നേടിത്തരുന്ന അമലുകൾ പല തരങ്ങളിലാണ്, പല ഇനങ്ങളിലാണ്, പല വകുപ്പുകളിലാണ്. പലതരം അമലുകൾ. ഈ അമലുകളുടെ അജ്നാസുകൾ, വകുപ്പുകൾ പലതരങ്ങളായി. ലി തനവ്വുഇ വാരിദാത്തിൽ അഹ്വാൽ, അവസ്ഥകളുടെ വാരിദാത്ത് എന്ന് വന്നു ചേരുന്ന അവസ്ഥകളുടെ വൈവിധ്യം. അപ്പോൾ എന്താണ് ഈ പറയുന്നത് വിശദമായിട്ട് നമുക്ക് കാണാം. വന്നു ചേരുന്ന അവസ്ഥകളുടെ വൈവിധ്യം കാരണം, വന്നു ചേരുന്ന അവസ്ഥകളുടെയും വൈവിധ്യം കാരണമാണ് അമലുകളുടെ ഇനങ്ങളും പലതരങ്ങളാകുന്നത്. അർത്ഥം നമുക്ക് പിടികിട്ടി വാക്കുകളുടെ. എന്നാൽ ഈ പറയുന്നതിൻ്റെ ഹിക്മത്ത്, ആ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്, ഉൾപ്പൊരുൾ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ 9ാമത്തെ ഹിക്മത്തിലൂടെ മഹാനായ ഇബ്നു അതാഇല്ലാഹി സക്കന്ദരി റഹിമഹുല്ലാ നമ്മളെ തെര്യപ്പെടുത്തുന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അതായത് അല്ലാഹു തആല മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന അമലുകൾ വിവിധ തരങ്ങളാണ്.
അള്ളാഹു മനുഷ്യനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് പടച്ചത് നമുക്കറിയാം. മനുഷ്യനെയും ജിന്നിനെയും, ഇൻസിനെയും ജിന്നിനെയും മനുഷ്യഭൂതവർഗങ്ങളെ എനിക്ക് ഇബാദത്തെടുക്കാനല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്നത് പരിശുദ്ധ ഖുർആൻ നസ്സാക്കി പറഞ്ഞതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രം. എന്നാൽ എന്താണ് ഈ ഇബാദത്ത്? അള്ളാഹു തആല മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന അമലുകൾ, ഇബാദത്തുകൾ എന്താണ്? നിസ്കാരം, നോമ്പ് മാത്രമാണോ? അല്ല എന്നാണ്. അമലുകൾ പല പല ഇനങ്ങളാണ്. ഒരു കവി പറയുന്നുണ്ട് ഒരിടത്ത്, വലൈസത് തുഖാ ഫിദ്ദീനി മഖ്സൂറതൻ അലാ സ്വലാത്തി മുസല്ലിൻ ഔ അലാ സൗമി സുവ്വമി. ഇത് വളരെ സുപരിചിതമായ വരികളാണ്. എന്താണ് പറയുന്നത് ആ കവി? വലൈസത് തുഖാ, ഇത് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ വരിയല്ല കേട്ടോ. ഇത് ഞാൻ സാന്ദർഭികമായി വിശദീകരിക്കുമ്പോൾ മറ്റൊരു ഷായറിൻ്റെ ഒരു വരി പറഞ്ഞു എന്ന് മാത്രം. ആരുടെ വരിയാണെന്ന് എനിക്കിപ്പോൾ കൃത്യമായി ഓർമ്മല്ല. ഒരു ഷായറിൻ്റെ വരി. വലൈസത് തുഖാ, പക്ഷേ അത് വലിയൊരു സിദ്ധാന്തമാണ്, വലിയൊരു തത്വമാണ് പറയുന്നത്. വലൈസത് തുഖാ, തഖ്വയെ, തുഖ എന്ന് പറഞ്ഞാൽ തഖ്വ. ഫിദ്ദീനി, ദീനിൽ തഖ്വ എന്ന് പറയുന്നത് ഭയഭക്തി, അള്ളാഹ്ക്ക് തഖ്വ പ്രകാരം ജീവിക്കുക എന്നൊക്കെ പറഞ്ഞത് മഖ്സൂറത്തൻ, അത് ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് പരിമിതപ്പെടുത്തപ്പെടേണ്ടതല്ല. എന്തിൽ? അലാ സ്വലാത്തി മുസല്ലിൻ ഔ അലാ സൗമി സുവ്വമി. ഒരു നിസ്കാരക്കാരൻ്റെ നിസ്കാരത്തിലോ നോമ്പുകാരുടെ നോമ്പിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ തഖ്വ എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പ് മാത്രമല്ല. അള്ളാഹുവിൻ്റെ ദീനിൽ അമല്, ഇബാദത്ത് എന്ന് പറഞ്ഞ വ്യാപകമായ അർത്ഥങ്ങൾ അതിനുണ്ട്. അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അമലുകളാണ്, ഇബാദത്തുകളാണ്. അതിൽ മനുഷ്യന് പണിയെടുക്കുന്നത് നമ്മൾ പലപ്പോഴും മുൻ ഹിക്മത്തുകളിലും വിശദീകരിച്ച് പറഞ്ഞതായതുകൊണ്ട് ആവർത്തിക്കല്ല. മനുഷ്യൻ അധ്വാനിക്കുന്നത് പാടത്തും പറമ്പിലും ഫാക്ടറിയിലും കമ്പനിയിലും ഓഫീസിലും ജോലി ചെയ്യുന്നത്, പാറമടകളിൽ ജോലി ചെയ്യുന്നത്, കൈക്കോട്ടെത്തുന്നത്, കിളക്കുന്നത്, മാന്തുന്നത്, തൂമ്പായെടുത്ത് പണിയെടുക്കുന്നത്, എന്തൊക്കെ അമലുകളുണ്ടോ, അധ്യാപന ജോലി, ഇങ്ങനെ എന്തൊക്കെ. ഇനി പണിയെന്ന് മാത്രമല്ല, വഴിയിൽ കാണുന്ന ഒരാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴിയിലൊരു മുള്ള് കാണുന്നു, അപ്പോൾ ഒന്ന് ഉരിഞ്ഞെടുത്ത് ആ മുള്ളൊന്ന് മാറ്റിയിടുന്നു, അമലാണ്, ഇബാദത്താണ്. അപ്പോൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കലോ അല്ലെങ്കിൽ ജപമാല പറിക്കലോ ദിക്റും തസ്ബീഹും ചൊല്ലലോ നിസ്കരിക്കലോ നോമ്പ് നോൽക്കലോ മാത്രമല്ല അമല്, ഇബാദത്ത്. അമലുകൾ, ഇബാദത്തുകൾ വ്യാപകമാണ്, പല ഇനങ്ങളും പല തരങ്ങളുമാണ്. അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ മഹാനവറുകൾ പറയുന്നത് മനുഷ്യൻ്റെ അവസ്ഥകൾ, അൽ അഹ്വാൽ, മനുഷ്യൻ്റെ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ട് തരത്തിൽ കാണാൻ കഴിയും. ഈ അവസ്ഥകളെ, അഹ്വാലുകൾ. ഒന്ന് അഹ്വാല് നമ്മളെ ഹൃദയങ്ങൾക്ക് ഉള്ളിൽ, ഷുഊർ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ദാഖിലിയായ, മനസ്സിൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന പല പല വന്നു ചേരുന്ന പല പല അവസ്ഥകൾ. ഖൗഫിൻ്റെ, റജാഇൻ്റെ, അതുപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള പല വ്യവഹാരങ്ങൾ, മനസ്സിൻ്റെ പല ചിന്തകൾ, മനസ്സിൻ്റെ പല നീക്കങ്ങൾ, മനസ്സിലോരോ അവസ്ഥകൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിലേക്ക്, മനുഷ്യ മനസ്സുകളിലേക്ക് പലപ്പോഴായി കടന്നു വരുന്ന പല പല തരങ്ങളിലുള്ള അവസ്ഥകൾ, അതൊക്കെ അഹ്വാലാണ്. അതൊരിനം. മറ്റൊരു അഹ്വാല് നമ്മളെ ഹാരിജിയായ അവസ്ഥകൾ, മനുഷ്യൻ്റെ സാമൂഹ്യമായ പശ്ചാത്തലങ്ങൾ, സാമൂഹ്യ സ്ഥിതിഗതികൾ, അവസ്ഥകൾ, ഇതൊക്കെ അഹ്വാൽ എന്ന അർത്ഥത്തിൽപ്പെടും, എന്ന ആ വാക്കിൻ്റെ പരിധിയിൽപ്പെടും. അപ്പോൾ ഈ അഹ്വാലുകൾ പലതരങ്ങളാണ്, പല ഇനങ്ങളാണ്, പല വകുപ്പുകളിൽ, പല ഇനങ്ങളിൽ, പല തരങ്ങളിൽ, പല സ്വഭാവങ്ങളിലാണ് മനുഷ്യൻ്റെ അഹ്വാൽ. ഈ അഹ്വാലുകളുടെ വൈവിധ്യം അനുസരിച്ചുകൊണ്ട് അമലുകളുടെയും വൈവിധ്യം ഉണ്ടാകും. അമലുകളും വിവിധങ്ങളാകും, അമലുകളും അനുഷ്ഠാന കർമ്മങ്ങളും വ്യത്യസ്തങ്ങളാകും. ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി നമുക്ക് വിവരിക്കാം. ഈ അഹ്വാലുകൾ രണ്ട് ഇനങ്ങളാണ് എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ ഇനം നമ്മൾ പറഞ്ഞത് മനുഷ്യൻ്റെ ഹൃദയവുമായി, മനുഷ്യൻ്റെ കൽബുമായി ഒക്കെ ബന്ധപ്പെട്ട അവസ്ഥകളാണ്, അവരുടെ ദാഖിലിയായ അവസ്ഥകൾ. അത് തന്നെ പല രൂപങ്ങളാണല്ലോ. ഒരു മനുഷ്യൻ തന്നെ പല അവസ്ഥകളിലും പല രൂപത്തിലുള്ള ചിന്തകളും പല അവസ്ഥകളും മനുഷ്യന് കൈവരും. പല അവസ്ഥകളിലും മനുഷ്യ മനസ്സുകളിൽ പല കോലത്തിലാണ് വരിക. ആ കോലങ്ങൾക്ക്, ഹാലുകൾക്കനുസരിച്ചൊക്കെ തന്നെ അമലുകളുടെ ജിൻസുകൾ, അള്ളാഹു താലാക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ തന്നെ പല അവസ്ഥകളിലും ആവാം. അതിനിപ്പം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പലതരങ്ങളിലും. ഓരോ ഭാഗങ്ങളും പറയുമ്പോൾ നമ്മൾ ആ ഭാഗം മാത്രമാണ് ധരിക്കരുത് എല്ലായിടത്തും. ഒരൊറ്റ ഉദാഹരണം പറയാം. നോമ്പുകാരുടെ മനസ്സിൻ്റെ അവസ്ഥകളാണ് പറഞ്ഞത്, ശാരീരിക അവസ്ഥകൾ, അതുപോലെ മനുഷ്യൻ്റെ സാമൂഹിക അവസ്ഥകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദീകരിക്കാം. അടുത്ത ഭാഗത്തു നിന്ന് അടുത്ത ഇനം പറയുമ്പോൾ വിശദീകരിക്കാം. ഒന്നാമത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഒരു നോമ്പുകാരന് റമദാനിൽ നമ്മൾ നോമ്പെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ദിവസം നോമ്പെടുക്കുന്നു. റമദാനിലാണുള്ള ഫർളായ നോമ്പ്, മൊത്തത്തിലൊരു മാസം നീണ്ടെടുക്കുന്ന നോമ്പ് റമദാനിലായതുകൊണ്ട് നമ്മൾ റമദാൻ കാലം എന്ന് തന്നെ പറയാം. റമദാൻ കാലത്ത് മനുഷ്യൻ്റെ മനസ്സ് അത് പ്രത്യേക ഒരു അവസ്ഥയിലായിരിക്കും. മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, മുഅ്മിനീങ്ങൾ റമദാൻ കാലത്ത് അവരുടെ അഹ്വാൽ നഫ്സിയ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ സമയത്ത്
പിന്നെ നോമ്പെടുത്തുകൊണ്ടുള്ള അവസരത്തിൽ മനുഷ്യന് ചെയ്യുന്ന അമലുകളുടെ ഇബാദത്തുകൾ അത് എന്തൊക്കെയായിരിക്കും നമുക്കറിയാം. നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് നമുക്കറിയാം. ആ അമലുകളെ അതൊക്കെ അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അപ്പോൾ അങ്ങനെയാണ്. നോമ്പൊക്കെ നോറ്റ് അന്നപേയാദികളൊക്കെ വിട്ടുനിന്ന് നോമ്പെടുത്ത പകലിലാവട്ടെ, അതുപോലെ നോമ്പ് തുറന്ന ശേഷം രാത്രികളിലാവട്ടെ, അവൻ ചെയ്യുന്ന അമലുകളൊക്കെ ആ മനുഷ്യൻ്റെ മനസ്സൊരു ഒരു പ്രത്യേക തരം അമലുകളും ഇബാദത്തുകളും ഒക്കെ നമ്മൾ ചെയ്യും. അത് ഖുർആനോത്തായിട്ട് പ്രത്യേക തരം എന്ന് പറഞ്ഞാൽ അമലുകൾ, ദിക്റുകൾ, സ്വലാത്തുകളും ഒക്കെ നമ്മൾ ചെയ്യും. ഇനിയിപ്പോൾ ഉദാഹരണം മറ്റൊരു അവസ്ഥ കൂടി പറയുമ്പോഴാണ് നമുക്ക് ഈ പറയുന്നതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ മനസ്സിലാവുക. മറ്റൊരു അവസ്ഥയാണ് ഇപ്പോൾ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ. ഈ റമദാൻ കാലം 30 ദിവസം നോമ്പെടുത്ത് അല്ലെങ്കിൽ 29 ദിവസം നോമ്പെടുത്ത് നമ്മൾ ഒരു ദിവസം പെരുന്നാൾ കഴിക്കുമ്പോൾ ആ പെരുന്നാൾക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ അതൊക്കെ വേറെ ഒരു ഇനത്തിൽപ്പെട്ട വേറെ ഒരു അവസ്ഥകളാണ്. എന്ന് വെച്ചാൽ പെരുന്നാൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ തക്ബീർ ചൊല്ലുന്നു, അല്ലേ? അപ്പം അതുപോലെ പെരുന്നാളിൽ നമ്മൾ സദഖകൾ ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ ഭക്ഷണം വിളമ്പുന്നു, ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഒക്കെ അമലുകളാണ്, ഒക്കെ പടച്ചവൻ്റെ പൊരുത്തത്തിൽ ചെയ്യുന്നതാണ്. അപ്പം റമദാൻ തൊട്ട് മുമ്പ് റമദാൻ 29 അല്ലെങ്കിൽ റമദാൻ 30 നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ശവ്വാൽ 1 നമ്മൾ ചെയ്യുന്ന അമൽ. ഉദാഹരണം പറയാം, നമ്മൾ ചെയ്യുന്ന അമലുകൾ ഇതെല്ലാം അമൽ തന്നെയാണ്, എല്ലാം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അമലാണ്. അമലുകളുടെ ജിൻസുകളൊക്കെ വ്യത്യാസപ്പെടുന്നത്, ഇനങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നത് ഈ അഹ്വാലിൻ്റെ അടിസ്ഥാനത്തെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അഹ്വാലുകളുടെ ഒരു തരത്തിലുള്ള വിശദീകരണം കേട്ടോ. വേറെയും പല വിശദീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം, നമ്മുടെ മനസ്സുകൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ നിലക്കനുസരിച്ചാണ് വ്യത്യാസങ്ങൾ. ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഹറമിലെത്തുക, നമ്മൾ എൻ്റെ ഈ വോയിസ് കേൾക്കുന്നവരൊക്കെ ഉംറക്കോ മറ്റോ ഒക്കെ ആയിട്ട് ഹജ്ജിനോ ഉംറക്കോ ഒക്കെ ആയിട്ട് ഹറം സിയാറത്തിനൊക്കെ പോയി ഉദാഹരണം പറയാണ്. ഇത് എല്ലായിടത്തും ഹറമന്നാവണം എന്നില്ല, നമ്മളെ നാട്ടിലെ പള്ളിയൊക്കെ ആവാം. ഞാനൊരു ഉദാഹരണം അതിൻ്റെ കംപ്ലീറ്റ് സെൻസിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ ഹറമിൽ കഅബ ഷരീഫിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകൾ പല പല അമലുകളിൽ വ്യാപൃതരായത് കാണാം. ചില ആളുകൾ തവാഫ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തവാഫ് ഏറ്റവും പിന്നെ അമലല്ലേ, കാരണം കാബത്തിങ്ങന്നല്ലേ പറ്റുള്ളൂ കാബനെ തവാഫ് ചെയ്യല്. കാബത്തിങ്ങന്ന് വിട്ട് പോന്നാൽ പിന്നെ നമുക്ക് തവാഫ് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ തവാഫ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചില ആളുകൾ അവിടെ ഇരുന്നിട്ട് ഖുർആൻ അങ്ങനെ ഓതുന്നത് കാണാം. ചില ആളുകൾ നിസ്കരിക്കുന്നത് കാണാം ഹറമിൽ. ചില ആളുകൾ ഇരുന്നിട്ട് അങ്ങനെ പൊട്ടി കരയുന്നത് കാണാം. ഇസ്തിഗ്ഫാറും തൗബയും പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നതും കാണാം. ചില ആളുകൾ പൈസയൊക്കെ ചില്ലറയാക്കിയിട്ട് അവിടെ അങ്ങനെ നടന്നിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവരെ, സ്കീമാരെ, കഴിയാത്തവരെ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ കണ്ടാൽ അവർക്ക് ഇങ്ങനെ സ്വതക്ക ചെയ്യുന്നത് കാണാം. ചില ആളുകൾ ഈ ധാന്യമണികളൊക്കെ കൊണ്ടുവന്ന് അവിടെ പാവങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് കാണാം. ചില ആളുകൾ അവിടെ തവാഫ് ചെയ്യാനോ നടക്കാനോ മറ്റു അമലുകൾ ചെയ്യാനോ ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സഹായം വജിഹില്ല, അള്ളാഹിൻ്റെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് പരസഹായത്തിനു വേണ്ടി ഓടി നടക്കുന്നത് കാണാം. ഇതൊക്കെ ഇപ്പോൾ അമലുകളാണ്, ഇതൊക്കെ ഇബാദത്താണ്. നല്ല നീയത്തോടു കൂടി ചെയ്യുന്നതൊക്കെ അള്ളാഹു തആലാക്ക് വേണ്ടി ചെയ്യുന്ന അമലാണ്. അടിസ്ഥാനപരമായി എല്ലാം ഇബാദത്തുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളാകുന്നത്? അദ്ദേഹം അതിൻ്റെ ഒരു ഹിക്മത്ത് പറയാണ്. ഈ അമലുകളൊക്കെ വ്യത്യസ്തമാകുന്നത് ഓരോ മനസ്സിൻ്റെയും അവസ്ഥ. ഇത് എല്ലാവരും ഒന്നു തന്നെ ആവണമെന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഒരാൾ ഖുർആൻ തന്നെ ഒരുപാട് സമയം അവിടെ ജുസുകളോളം ഹറം ഷരീഫിൽ നിന്ന് ഖുർആൻ ഓതിയ ആൾ നാളെ ഒരു പക്ഷേ അവൻ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ മറ്റന്നാൾ അവൻ ചിലപ്പം പ്രാവുകൾക്ക് തീറ്റ കൊടുക്കലാവാം. എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാവ് തീറ്റ കൊടുക്കുന്നതല്ല, ആ പ്രാവ് തീറ്റ കൊടുക്കുന്ന ആൾ തന്നെ അടുത്ത സമയം ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സുകളൊക്കെ ഈ അവസ്ഥകളിലേക്ക് വരികയാണ്. ചില സമയത്ത് മനുഷ്യൻ്റെ പുറം ഇങ്ങനെ കാഴ്ച കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ യുവത്വ കാലഘട്ടത്തിലൊക്കെ ചെയ്തു പോയ കുറേ അനർത്ഥങ്ങൾ, എന്തെങ്കിലും പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, ശറഅന് വിരുദ്ധമായ, അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വിരുദ്ധമായ പല തെറ്റുകുറ്റങ്ങൾ ഓർമ്മ വരുമ്പോൾ ചിലപ്പോൾ അവൻ പൊട്ടിക്കരയും. അപ്പോൾ അവനത് പിന്നെ തൗബ ചെയ്യുകയായിരിക്കും. ചില സമയത്ത് അവന് തോന്നുന്നു, കുറച്ചോനെ എനിക്ക് ഇനി ഇവിടെ ഇതുപോലെ തവാഫ് ചെയ്യാൻ എനിക്ക് ഇവിടുന്ന് പോയാൽ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഈ സമയം മാക്സിമം തവാഫുകൾ എണ്ണം കൂട്ടുക വേണ്ടത്. അപ്പോൾ അവൻ തവാഫ് ചെയ്യും. അതേ മനസ്സ് തന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് കുറച്ച് ഖുർആൻ ഓതുക. ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. ഈ കഅബയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ ഭൂമിയാണല്ലോ ഈ മക്ക, പരിശുദ്ധമായ ഈ കഅബ, ഈ പരിസരം. അതുകൊണ്ട് ഇവിടെ ഞാൻ ഖുർആൻ തന്നെ ഓതുക. അതൊക്കെ മനുഷ്യ മനസ്സുകളിലുള്ള അഹ്വാലാണ്. അപ്പോൾ ഒന്നിനെയും നമ്മൾ എന്താക്കരുത്, ഒന്നിനെയും ചെറുതായി കാണുകയോ നിസ്സാരമാക്കുകയോ ചെയ്യരുത്. എല്ലാം മനുഷ്യ ഹൃദയങ്ങളിലുള്ള അഹ്വാൽ മുഖ്തലിഫ, അഹ്വാൽ മുതനവ്വിഅ, വ്യത്യസ്തമായ മനുഷ്യ മനസ്സിൻ്റെ വ്യത്യസ്തമായ അവസ്ഥാന്തരങ്ങൾക്കനുസരിച്ചു കൊണ്ടാണ് അമലുകളുടെ വ്യത്യാസം. ഈ ഒരു നിലയിൽ നമുക്ക് ഈ ഹിക്മത്തിനെ വിശദീകരിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു നിലയിലും ഹിക്മത്തിൻ്റെ ഒരു ഹിക്മത്ത് പറയുമ്പോൾ അത് ഇന്ന തലത്തിൽ നിന്ന് മാത്രം നമുക്കതിനെ കൺഫൈൻ ചെയ്യേണ്ട ആവശ്യമല്ല. പല തലങ്ങളിലും വ്യത്യസ്ത തലങ്ങളിൽ അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു തആലാൻ്റെ ആ അസ്മായിൽ ചില മഹാന്മാർ
അള്ളാഹിൻ്റെ റഹ്മത്ത്, അതുപോലെ റഹീം, റഹ്മാൻ, വദൂദ് തുടങ്ങിയുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് വഴിഞ്ഞൊഴുകുന്ന, പ്രസരിക്കുന്ന, തുടികൊട്ടുന്ന അസ്മാകളിൽ അവർ ശ്രദ്ധിച്ച് ആ അസ്മാകളിൽ പണിയെടുത്ത് റിയാദകളൊക്കെ ചെയ്യുമ്പോൾ അവർ ഔലിയാക്കന്മാരെ ആരിഫ്യങ്ങളാകി. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അതിലേക്കും കാണാം. ചില ഔലിയാക്കന്മാർ അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിങ്ങനെ ജനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഹിദ്മത്തുകൾ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടി അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ, അതുപോലെ ജന്തുജാലങ്ങൾ, മിണ്ടാപ്രാണികൾ, ഇവകൾക്കൊക്കെ വളരെ എന്താ പറയുക ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ ഒരു രീതിയിൽ കണ്ട്, അല്ലെങ്കിൽ അത്തരം അസ്മാകൾക്ക് റിയാദൊക്കെ ചെയ്ത് വീടിയ ആളുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു രീതിയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ കാണാം. എന്നാൽ അള്ളാഹു തആല ഖഹാറാണ്, ജബ്ബാറാണ്, ജബറൂത്തുള്ളവനാണ്, അതുപോലെ ദുന്തിഖാമാണ്, അസീസും ദുന്തിഖാം തുടങ്ങിയുള്ള അള്ളാഹുവിൻ്റെ ആ ഖഹരിയത്തും, അതുപോലെ അള്ളാഹു തആലാൻ്റെ ഖഹാറാണ്, ജബ്ബാറാണ് തുടങ്ങിയുള്ള ആ ഒരു ശക്തിയുടെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അത്തരം ജലാലത്തിൻ്റെ, ഗാംഭീര്യത്തിൻ്റെ അസ്മാകൾ, ആ അസ്മാവുകളിൽ കൂടുതൽ ഇമാൻ ചെയ്തവർ, തഅമ്മുൽ ചെയ്തവർ, അതിൽ റിയാദകൾ, ആ അസ്മാവിന് റിയാദകൾ ചെയ്തവർ, അതിൻ്റെ റിയാദകൾ, ആത്മീയ അഭ്യാസങ്ങളൊക്കെ പൂർത്തീകരിച്ച ആളുകൾ, അവരുടെ വേറൊരു രൂപത്തിലായിരിക്കും അവരുടെ എന്താ പറയുക വിലായത്ത്, അല്ലെങ്കിൽ അവരുടെ ജീവിത മുറകളൊക്കെ കാണാം. അപ്പോൾ ഒന്നിനെ നമ്മൾ നിസ്സാരമാക്കി മൂപ്പരെന്താ അങ്ങനെ, അതൊരു വലിയാണ്, ആര് മൂപ്പര അങ്ങനെയാണല്ലോ ജീവിച്ചത്, ഇദ്ദേഹം എന്താ ഇങ്ങനെ ജീവിച്ചത്. ചില ഔലിയാക്കന്മാർ നമ്മൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരായി കാണും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടും പ്രയാസങ്ങൾ കേട്ടുകൊണ്ടും അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിക്കുന്ന, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അങ്ങനെ ചില മഹാന്മാർ കാണും. വേറെ ചില മഹാന്മാർ ജനങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്ന, ജനങ്ങളെ കാണാൻ ഇഷ്ടപ്പെടാതെ ഏകാന്തവാസം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ചില ആളുകൾ. അവർ ജനങ്ങളെ കണ്ടാൽ ചിലപ്പോൾ ആട്ടിവിടും. ചിലപ്പം ഒരാളോട് സംസാരിക്കുന്നവർക്ക് ഇഷ്ടമായിരിക്കില്ല, ചിലപ്പം നല്ല തെറിയെന്നല്ല, ആ അർത്ഥത്തിലല്ല, ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാത്ത കുറേ ആളുകളെ. അപ്പോൾ ഒന്നിനെയും നമ്മളെന്താക്കരുത്, അവർ തള്ളിപ്പറയുകയോ നിസ്സാരമാക്കുകയോ ചെയ്യും. അള്ളാഹുവിലേക്ക് സാലിഹ്യങ്ങളായി പോയ ആളുകൾ തന്നെ അവരുടെ പല അവസ്ഥകളിൽ, അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ പല സ്വഭാവക്കാരുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സ്വഭാവം ആവില്ല ഈസാ നബി അലൈഹി സ്വലാമിന്, നൂഹ് നബിയുടെ സ്വഭാവം ആവില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. ഒന്നും മോശമല്ല, എല്ലാം അതിൻ്റേതായ അർത്ഥതലങ്ങളിൽ. അപ്പോൾ അവരുടെ അഹ്വാലുൻ നഫ്സ്, ഇതൊക്കെ അല്ലാഹു തആല അവരുടെ മനസ്സുകളിൽ ഇട്ട് കൊടുക്കുന്ന അവസ്ഥകളാണ്. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ അമലുകൾ, അവരുടെ കർമ്മങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, ആ കർമ്മമണ്ഡലങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നർത്ഥം. ഇങ്ങനെ പല തലങ്ങളിലും നമുക്ക് ഹിക്മത്തിൻ്റെ വിശദീകരണം ചെയ്യാം എന്നർത്ഥം. അതുപോലെ ചില മഹാന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഫുദൈൽ ബിൻ അയ്യാദ്, അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അൽ മുബാറക്, മാലിക് ബിൻ ദീനാർ, ഇബ്രാഹിം ബിൻ അദ്ഹം തുടങ്ങിയുള്ള ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ കണ്ടല്ലോ. നേരത്തെ മുൻ ഹിക്മത്തുകളിലും നമ്മൾ വിശദീകരിച്ചിരുന്നു. അവർക്കൊക്കെ അവരുടേതായ ഒരു അവരുടെ മനസ്സിൻ്റെതായ ഒരു നീക്കുപോക്ക്, അവരുടെ മനസ്സിൻ്റെ ഒരു തവജ്ജുഹ് ഭൗതിക സുഖാഡംബരങ്ങളിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് അവർ ഇലാഹിയായ വഴികളിലേക്ക് തിരിഞ്ഞുപോയി. അവരുടെ മനസ്സുകൾക്ക് വന്ന മാറ്റങ്ങളാണ്, അവരുടെ അഹ്വാലിൽ വന്ന മാറ്റങ്ങളാണ്. നേരെ മറിച്ച് അതേ സമയം തന്നെ വേറെ ചില മഹാന്മാർ അവർ അള്ളാഹുവിൻ്റെ വളരെ അടുത്ത ആളുകളായി കഴിയുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർ നല്ല വീട്, നല്ല വാഹനം, അതുപോലെ നല്ല ഐശ്വര്യമായിട്ട് അള്ളാഹുവിൻ്റെ ദുനിയാവിൽ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അനുവദിച്ചു കൊടുത്ത നഈമൊക്കെ ഹലാലായ രൂപത്തിൽ, ഹറാമ് കലർന്നിട്ടല്ല, അങ്ങനെ ജീവിച്ച മഹാന്മാരെയും കാണാൻ കഴിയും നമ്മൾ. അപ്പോൾ അവരെ നമ്മൾ മോശമാക്കി പറയാൻ പറ്റുമോ? ഇല്ല. ഇബ്രാഹിം അദ്ഹം എല്ലാം വിട്ടെറിഞ്ഞ് പോയ ആളാണല്ലോ, ഫുദൈൽ ബിൻ ഇയാദ് എല്ലാം വിട്ടെറിഞ്ഞ് പോയ ആളാണല്ലോ, മാലിക് ബിൻ ദീനാറും അല്ലെങ്കിൽ ബിശ്റുൽ ഹാഫി തങ്ങളൊക്കെ വിട്ടെറിഞ്ഞിട്ട് പരിത്യാഗികളായി ജീവിച്ചവരാണല്ലോ. അപ്പോൾ ഔലിയാക്കളും ആരിഫ്യങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂല. അതൊക്കെ അഹ്വാൽ, മനസ്സിൻ്റെ അവസ്ഥകൾ, അഹ്വാലിൻ്റെ ഈ തഖല്ലുബുകൾക്കനുസരിച്ച്, തഗയ്യുറുകൾക്കനുസരിച്ച്, ഇഖ്തിലാഫും തനവ്വും അനുസരിച്ച് അവരുടെ അമാലുകളുടെ ജനസ്സുകളിലും അതിൻ്റെ ജിൻസുകളിലും ഐറ്റങ്ങളിലും തരങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇനി നമുക്ക് ഈ അഹ്വാൽ നമ്മൾ രണ്ട് തരം എന്ന് പറഞ്ഞാൽ, ഒരു തരം നമ്മളിപ്പോൾ വിശദീകരിച്ചത്, അതായത് മനുഷ്യൻ്റെ മനസ്സുകളിലുള്ള അവസ്ഥകൾ, അതായത് ദാഖിലിയ അഹ്വാലു ദാഖിലിയ, ഇൻറ്റേർണൽ കണ്ടീഷൻസിൻ്റെ മാറ്റങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് മനുഷ്യൻ്റെ സാമൂഹ്യമായ, ഇജ്തിമായിയായ, ഖാരിജിയായ, എക്സ്റ്റേണലായിട്ടുള്ള അവസ്ഥകളിലുള്ള മാറ്റങ്ങൾ, അതും നമ്മുടെ അമലുകളുടെ ഇനങ്ങളെ ബാധിക്കും. അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണം പറയാം. ഒരു ചെറുപ്പക്കാരൻ, അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, യുവാവാണ്, വിവാഹിതനായിട്ടില്ല. അപ്പോൾ വിവാഹിതനാകുന്നതിന് മുമ്പ് അവൻ്റെ അമലുകൾ, അവൻ്റെ ഇബാദത്തുകൾ, അവൻ്റെ പ്രയോറിറ്റീസ് ഇതൊക്കെ ഒരു തരത്തിലാണ്. നേരെ മറിച്ച് അവൻ വിവാഹം കഴിക്കുന്നു, അവന് ഭാര്യ, അത് കഴിഞ്ഞ് മക്കൾ, ഈ ഭാര്യയും മക്കളൊക്കെ ആകുമ്പോൾ അവൻ്റെ അമലുകളുടെ ഇബാദത്തുകൾ വേറെ പലതും അവൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കയറി വന്നു. പിന്നെ അവൻ ജോലി ചെയ്യേണ്ടത്, ഈ കുട്ടികളെ, ഭാര്യയ്ക്ക് അതുപോലെ മക്കൾക്ക് അന്നം കൊടുക്കേണ്ടത്, അവരുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത്, അതൊക്കെ അവൻ്റെ അമലുകളുടെയും ഇബാദത്തുകളുടെയും ഇനങ്ങളിൽ കയറി വന്നു. അപ്പോൾ നേരത്തെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രത്യേക ബാധ്യതകൾ, സാമൂഹ്യ ബാധ്യതകളൊന്നും, കുടുംബപരമായ ബാധ്യതകളൊന്നും അവൻ്റെ തലയിലില്ലെങ്കിൽ
അവന് പള്ളിയിൽ എത്തികാഫിരിക്കുന്നതിനും അതുപോലെ എപ്പോഴും പള്ളിയിലും ഖുർആൻ പാരായണത്തിലും മറ്റുമൊക്കെ ചെലവഴിക്കുന്നതിൽ ശ്രദ്ധിക്കാമായിരുന്നെങ്കിൽ വിവാഹം കഴിഞ്ഞതോടുകൂടി അവൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ മക്കൾക്കും ഒക്കെ ശാരീരികവും സാമ്പത്തികവുമായ പല ബാധ്യതകളും വന്നു ചേർന്നു. അപ്പോൾ അതും കൂടി അവൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതൊന്നും ചെയ്യാതെ വിവാഹം കഴിഞ്ഞ ഒരാൾ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അങ്ങനത്തെ ഒരാളതൊന്നും ചെയ്യാതെ അവൻ അധ്വാനിച്ചെങ്കിലേ, പുറത്തു പോയി പണിയെടുത്തെങ്കിലേ അവർക്ക് സമ്പാദിച്ച് അവർക്കെന്തെങ്കിലും ഭക്ഷണങ്ങൾ അന്നം വാങ്ങിക്കൊടുക്കാൻ വകുപ്പുള്ളൂ. അങ്ങനത്തെ ഒരാളാണെങ്കിൽ അതിനൊന്നും അവൻ പോകാതെ അതൊക്കെ അള്ളാഹ് അവർക്ക് ഭക്ഷണം കൊടുത്തോളും, പടച്ചോനാണ് അവർക്ക് ചിലവ് കൊടുക്കേണ്ടത്, റസാഖും റാസിഖൊക്കെ പടച്ചോനാണ്, ഞാനിങ്ങനെ എത്തിക്കാഫിരുന്നാൽ മതി എന്നും പറഞ്ഞ് അവനെ എത്തിക്കാഫിരിക്കലല്ല അവൻ ചെയ്യേണ്ട അമൽ. അവൻ പോയി അധ്വാനിക്കണം, അവൻ പോയി പണിയെടുക്കണം. കാരണം അവൻ ചിലവ് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് ചിലവ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, മാതാപിതാക്കൾ ഏതായാലും. അപ്പോൾ ചുരുക്കി പറയാം, അപ്പോൾ ഈ അവരുടെ അവസ്ഥകൾക്കനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർദ്ധാരണം ചെയ്യേണ്ടവർ ആ ഉത്തരവാദിത്തങ്ങൾ നിർദ്ധാരണം ചെയ്യേണ്ടത്, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കലാണ് അവരുടെ അമലും ഇബാദത്തും. ഉദാഹരണം, ഒരാളുടെ ജീവിതായോധന മാർഗം, അവന് ഒരു ക്ലീനിങ് തൊഴിലാളിയാണ് നോക്കുക. ആ ക്ലീനിങ് തൊഴിലാളിയായിട്ടുള്ള ഒരാൾ അവൻ്റെ അധ്യാപനം അല്ല, അവൻ്റെ ജോലി, അവൻ്റെ ഡ്യൂട്ടി, ഒരു കമ്പനിയിൽ അവൻ ജോലി ചെയ്യുന്നു, അവിടെ വൃത്തിയാക്കലാണ്, ഓഫീസ് വൃത്തിയാക്കലാണ്, അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരനാണ്, അവൻ്റെ മുനിസിപ്പാലിറ്റി ക്ലീനറാണ് അവൻ്റെ ജോലിയെങ്കിൽ അത് മോശപ്പെട്ട ജോലിയല്ല, നല്ല ജോലിയാണ്. അതവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി ചെയ്യേണ്ട, ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് അവൻ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയിട്ട് അങ്ങനെ എത്തികാഫിരിക്കുകയാണ്, അവിടെ പോയി ഖുർആൻ ഓതുകയാണ്, അവിടെ പോയിട്ട് നിസ്കരിക്കുകയാണ്. ഡ്യൂട്ടി ടൈമിൽ ഡ്യൂട്ടിയൊന്നും ചെയ്യാതെ, ഡ്യൂട്ടിക്ക് പോയിട്ട് പഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോയെന്ന് വരുത്തിയിട്ട് ബാക്കി ഫുൾ ടൈം പള്ളിയിലിരിക്കുകയാണ്. എന്നാലും പോയി ചെയ്യുന്നത് നല്ല കാര്യമാണോ? അല്ലല്ലോ. കാരണം അവൻ്റെ അഹ്വാൽ, അവൻ്റെ ഹാൽ, അപ്പോൾ ഇജ്തിമാഇയായി സാമൂഹ്യമായി അവൻ്റെ അവസ്ഥ, അവൻ ഡ്യൂട്ടി സമയത്തുള്ള ആളാണ്, അവനിന്ന് ശമ്പളം വാങ്ങുന്ന ആളാണ്. അപ്പോൾ അവൻ ആ ശമ്പളം ചെയ്യുന്ന, അവൻ വാങ്ങുന്ന, സ്വീകരിക്കുന്ന ശമ്പളം അവന് ഹലാലാവണമെങ്കിൽ, വേതനം അവന് അനുവദനീയമാവണമെങ്കിൽ അവനെന്താവണം? ആ ജോലിയോടുള്ള കടപ്പാട് അവന് നിർവഹിക്കുന്നവനാവണം, കടപ്പാട് വീട്ടുന്നവനാവണം, അവന് പണിയെടുക്കണം. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനമാണ് അല്ലെങ്കിൽ തെരുവ് വൃത്തിയാക്കലാണ് അവൻ്റെ ഡ്യൂട്ടി എങ്കിൽ ആ കുപ്പത്തൊട്ടി വൃത്തിയാക്കലോ തെരുവ് വൃത്തിയാക്കലോ ആ ഡ്യൂട്ടി അവൻ ചെയ്തെങ്കിലേ അവന് പടച്ചവൻ്റെ മുമ്പിൽ അവന് സമാധാനം പറയാൻ കഴിയും, അല്ലെങ്കിൽ അവൻ ഉത്തരവാദിത്വം നിർവഹിച്ചവനാവും. അതാണ് അവൻ്റെ അമൽ, അവൻ്റെ ഇബാദത്ത്. എന്ന് വിചാരിച്ച് വെറുതെ നിസ്കാരം ളുഹറിൻ്റെ സമയം നിസ്കരിക്കാൻ പോകാതെ ക്ലീനിങ് ചെയ്യണമെന്നല്ല. അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ജുമാൻ്റെ ദിവസം അല്ലെങ്കിൽ ളുഹറിൻ്റെ നിസ്കാരം ആ സമയത്ത് പോയിട്ട് നിസ്കരിക്കുക, ഫർളായ കാര്യങ്ങൾ, റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുക, അത് ചെയ്യുക. ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി ബ്രേക്ക് ഉണ്ട് നോക്കുക, ഒരാൾക്ക് ജോലിക്കാരന് മുതലാളി പറഞ്ഞു നിസ്കരിക്കാനുള്ള ബ്രേക്ക് ഉണ്ട്, അപ്പോൾ അതിനർത്ഥം ഒരു ഫർള് നിസ്കാരം ളുഹറിൻ്റെ സമയത്താണെങ്കിൽ 4 റക്അത്തിന് മുമ്പും ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത്രയേ ഉള്ളൂ. 1 മണിക്കൂർ എടുത്തുള്ള ളുഹർ നിസ്കരിക്കാനും പറ്റുമല്ലോ. അതിന് സുന്നത്തുകൾ മുന്നിലുള്ളതും ശേഷമുള്ളതൊക്കെ നിസ്കരിച്ച്, നിസ്കാരം തന്നെ വളരെ നീണ്ട് നിസ്കരിച്ച് 1 മണിക്കൂർ സമയത്ത് അവൻ ളുഹർ നിസ്കരിക്കുകയാണെങ്കിലോ അവൻ്റെ ഡ്യൂട്ടി ടൈമാണത്, അത് പാടില്ലാത്തതാണ്. അപ്പോൾ അവൻ്റെ ഹാലിനനുസരിച്ചാണ് ഓരോരുത്തരുടെയും അമലുകൾ, ഇബാദത്തുകൾ. എന്നാൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങളും അതിൻ്റെ മുക്കമ്മിലാത്തും മറ്റുമൊക്കെ ചെയ്യേണ്ടത് അവരുടെ അവസ്ഥകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടായിരിക്കണം. നേരെ സമയത്ത് അതേ സമയത്ത് അവന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി സമയത്ത് വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ അവന് നീണ്ട് നിസ്കരിക്കാം, ഇശാ നീട്ടി അവന് സുന്നത്തുകൾ നിസ്കരിക്കാം, അതുപോലെ ഖുർആൻ ഓതാൻ, പാരായണം ചെയ്യും. പക്ഷേ അവൻ്റെ ഡ്യൂട്ടിയെ മറ്റു ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതിൽ ഭംഗം വരുത്തിക്കൊണ്ടാവരുത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ദിവസങ്ങളോളം പള്ളിയിലിരുന്ന് നിസ്കരിക്കുന്നത് കണ്ടു, തുടർച്ചയായി, വീട്ടിലൊന്നും പോവാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഉസ്മാൻ, നിങ്ങൾ വീട്ടിൽ പോകണം, ഇന്നലെ അഹ്ലിക അലൈക ഹഖ വഇന്നലി നഫ്സിക അലൈക ഹഖ വഇന്നലി ഐനിക അലൈക ഹഖ എന്നൊക്കെ പറഞ്ഞു ഹദീസുകളുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോകണം, നിങ്ങൾ ഫുൾ ടൈം ദിവസങ്ങളോളം തുടർച്ചയായി പള്ളിയിൽ തന്നെ അമലും ഇബാദത്തും എടുക്കേണ്ടവരല്ല, നിങ്ങൾ വീട്ടിൽ പോകേണ്ടതുണ്ട്. കുടുംബത്തിനുള്ള ഹക്ക് വീട്ടണം, നിങ്ങളുടെ കണ്ണിനുള്ള ഹക്ക് വീട്ടണം, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. അതുപോലെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ക്ഷീണിപ്പിക്കരുത്, അതിനെ രോഗിയാക്കി കളയരുത്. അപ്പോൾ ശരീരത്തിന് അവകാശങ്ങളുണ്ട്, കണ്ണിന് അവകാശമുണ്ട്, കുടുംബത്തിന് അവകാശമുണ്ട്. അപ്പോൾ അതൊക്കെ അമലുകളും ഇബാദത്തുകളുമാണ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥകൾ, അഹ്വാലുകൾ, ഇജ്തിമാഇയായി ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം, ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം, ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്വം, അത് അധ്യാപകൻ്റെ ഉത്തരവാദിത്വം, ഒരു മുനിസിപ്പാലിറ്റി ക്ലീനർ ജോലി എടുക്കുന്നവൻ്റെ ഉത്തരവാദിത്വം, അതൊക്കെ അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ, അവരുടെ അഹ്വാൽ ഇജ്തിമാഇയ്യ, അതൊക്കെ അവസ്ഥകളാണ്. അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്നതാണ് അവസ്ഥകളൊക്കെ. ആ അവസ്ഥകൾക്കനുസരിച്ചുകൊണ്ട് അവർ അമലുകളും ഇബാദത്തും. എന്നാൽ ബേസിക്കായി, അടിസ്ഥാനപരമായി അസാസിയാത്തുൽ അമാൽ എല്ലാവരും ചെയ്തു വിട്ടണം. ഫർള് നിസ്കാരം, റമദാൻ നോമ്പ് പോലും, ഇതൊക്കെ എല്ലാവരും ഒപ്പം ചെയ്യേണ്ടതാണ്. എന്നാൽ മറ്റുള്ള സുന്നത്തായ കാര്യങ്ങളോ മറ്റ് അമലുകളോ കർമ്മങ്ങളോ ഒക്കെ അവരുടെ അവസ്ഥകൾക്കനുസരിച്ചുകൊണ്ട് ഏറിയും കുറഞ്ഞും, അതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറിയൊക്കെ ഉണ്ടാവുന്നർത്ഥം. ഇപ്പോൾ പള്ളിയിൽ ഇമാമായി ജോലി ചെയ്യുന്ന ഉസ്താദിന് ആ ഉസ്താദ് ചെയ്യുന്ന അതേ അമലുകളും ഇബാദത്തുകളും ആയിരിക്കില്ല പഞ്ചായത്തിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു
ഉദ്യോഗസ്ഥനാണ്, പൊതു ഇടമാണല്ലോ, സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ട ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്കും കയറി ഇറങ്ങി വരുന്ന ഒരു ഇടമാണ് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്. ഉദാഹരണം പറയാം, പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന റൂമിനായ ഒരു മനുഷ്യൻ, പല ആൾക്കാരും, ആ നാട്ടിലുള്ള പല ആളുകളും പല ആവശ്യങ്ങൾക്കും, പല റെക്കോർഡ്സും ശരിയാക്കാനും പല സർട്ടിഫിക്കറ്റുകൾക്കും പല ആവശ്യങ്ങൾക്കുമായിട്ട് പഞ്ചായത്തിൽ വരും. ആ സമയത്ത് അത് നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോവുക, തൊട്ടടുത്ത് പള്ളിയുണ്ട്, നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് വരിക. അവനവിടെ ഇരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്തുകളൊക്കെ അങ്ങനെ ഒരുപാട് നീണ്ട് നിസ്കരിക്കുക. അത് കഴിഞ്ഞ് ഒരു ജ്യൂസ് ഖുർആൻ ഓതുക. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കാഫിൻ്റെ നിയത്തിലായിട്ട് കുറച്ചിരിക്കുക. എത്തിക്കാഫല്ലേ, പള്ളിയിലിരിക്കുന്നതല്ലേ കൂലി, ശരി തന്നെയാണ് എന്ന് വിചാരിച്ച് അവൻ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് വീഴ്ച വരുത്താൻ പറ്റുമോ? ഇല്ല. അവൻ്റെ അമല് ഇബാദത്ത് ബേസിക്കായി അവൻ ചെയ്യേണ്ട ഫർദ് നിസ്കരിക്കാം, മുമ്പും ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കാം. അത് അതിൻ്റേതായ ഒരു മട്ടത്തിലെ ജമാഅത്തിലൊക്കെ പങ്കെടുത്തത് കഴിഞ്ഞ് ഏറി വന്ന 10-20 മിനിറ്റ് നിസ്കാരം മാക്സിമം, അല്ലെങ്കിൽ 5-10 മിനിറ്റ്. അത് കഴിഞ്ഞ് അവൻ അവൻ്റെ ഓഫീസിൽ കർമ്മനിരതനാവണം, അവൻ്റെ ഡ്യൂട്ടിയിൽ കർമ്മനിരതനാവണം. അതാണ് അവൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അഹ്വാലുകൾക്കനുസരിച്ച്, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് മാനസികമായിട്ടുള്ള അവസ്ഥ, അഹ്വാൽ ദാഖിലിയ അൽ അഹ്വാലുൽ ഖൽബ്. ഇപ്പോൾ പറഞ്ഞ അഹ്വാൽ ഇജ്തിമാഇയ, മനുഷ്യൻ്റെ സാമൂഹികപരമായിട്ടുള്ള അവസ്ഥകൾ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ അവരുടെ ഇബാദത്തുകൾ, അതിൻ്റെ അജ്നാസുകൾ വ്യത്യസ്തപ്പെട്ട, ഇതൊക്കെ അമലും ഇബാദത്തുമാണ്. ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ട സമയത്ത്, ഇന്ന സമയത്ത്, ഇന്ന രൂപത്തിൽ, ഇന്ന കോലത്തിൽ, ഇന്നതുപോലെ ചെയ്യുക. ഇതൊക്കെ അള്ളാൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുമ്പോൾ അമലുകൾ, ഇബാദത്തുകൾ പല കോലങ്ങളിലും പല അവസ്ഥകളിലും വന്നാലും അത് നമ്മളെ ഒന്നിനെയും എന്താക്കരുത്, മോശമായി കാണുകയോ ഒന്ന് മെച്ചപ്പെട്ടതാണ് ഒന്ന് ചെറുതാണെന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. എല്ലാം പടച്ചോൻ്റെ പൊരുത്തത്തിൽ ഹലാലായ രീതിയിൽ അള്ളാഹുവിന് വേണ്ടി റിലി വജിഹില്ല ഇഖ്ലാസോടെ ചെയ്യുമ്പോൾ അതൊക്കെ അതിൻ്റെ മഹാത്മ്യവും സ്ഥാനവും ഉൾക്കൊള്ളുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്കിതിനൊക്കെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ട സഹാബ കിറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സഹാബികൾ പല തലങ്ങളിലാണ് വ്യാപരിച്ചത്. സുഫത്തിൻ്റെ അഹ്ലുകാർ 27ഓളം സഹാബിമാർ, അവർ ദാഹവും വിശപ്പും പട്ടിണിയുമൊക്കെ സഹിച്ച് അവർ മസ്ജിദിൽ തന്നെ റസൂലുള്ളാഹിൻ്റെ ചുറ്റും പരിശുദ്ധ ദീനിൻ്റെ അറിവുകൾ, ആ മൊഴിമുത്തുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി അവർ അവിടെ തന്നെ ചടഞ്ഞുകൂടി. അത് അവർ ചെയ്യുന്ന അമലും വിവാദത്തുമാണ്. എന്നാൽ എല്ലാ സഹാബികളും അഹ്ലുസുഫയായി സുഫത്തിൻ്റെ അഹ്ലുകാരായിട്ടിരിക്കുകയാണോ ചെയ്തതല്ല. ഒരുപാട് സഹാബിമാർ അങ്ങാടിയിൽ ഇറങ്ങി കച്ചവടം ചെയ്തു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്തു, നല്ല രീതിയിൽ കച്ചവടങ്ങൾ ചെയ്തു. അവരുടെ സമ്പത്ത് ദീനിന് ഒരുപാട് ഉപകാരപ്പെട്ടു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നല്ല വ്യാപാരിയായിരുന്നു. ജയ്ഷുൽ ഉസ്റ, തബൂക്ക് യുദ്ധത്തിലും മറ്റുമൊക്കെ അദ്ദേഹം വലിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു അള്ളാഹുവിൻ്റെ ദീനിന്. അതുപോലെ പിൽക്കാലത്ത് താബഈങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ, എല്ലാ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലെ, അതുപോലെ നമ്മുടെ ഇമാം ഷാഫിഈയെ പോലെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഹനീഫ ഇമാമിനെ പോലെ, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാമിങ്ങളൊക്കെ, അവരൊക്കെ എത്രയോ വലിയ സേവനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് നൽകി. നവവി ഇമാമിനെ പോലെ, ഗസാലി ഇമാമിനെ പോലെ ഒരുപാട് പണ്ഡിതന്മാർ പല കാലങ്ങളിൽ, ആധുനിക കാലത്തിലും എല്ലാ കാലഘട്ടങ്ങളിലും അവർക്ക് ചെയ്ത സേവനങ്ങൾ മഹത്തരാണ്. അതേസമയം സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള വലിയ വലിയ ദീനിൻ്റെ പോരാളികൾ, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, ഖുദ്സ്, ഫലസ്തീൻ മോചിപ്പിക്കുന്നതിന് വേണ്ടി വലിയ സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയ അദ്ദേഹം ചെയ്ത അമൽ ചെറുതാണോ? അപ്പോൾ അവരുടെയൊക്കെ മനസ്സുകളുടെ അഹ്വാൽ, അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു തആല ഓരോ ഹൃദയങ്ങൾക്കും ഓരോരോ രൂപത്തിലുള്ള ഹിമ്മത്തുകളും ശക്തികളും കൊടുക്കുകയാണ്. ചില വ്യക്തികൾ തന്നെ ഒരേ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിതയാത്രകളിൽ പല ഘട്ടങ്ങളിൽ പലതായി. ഇപ്പോൾ ഗസാലി ഇമാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അദ്ദേഹം ബഗ്ദാദിലെ വലിയ സർവകലാശാല നിളാമുൽ മുൽക്കിൻ്റെ കീഴിൽ, മന്ത്രി നിളാമുൽ മുൽക്കിൻ്റെ കീഴിൽ വലിയ ഒരു സർവകലാശാലയിലെ വലിയ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിരുന്നു. വൈജ്ഞാനിക സപര്യ വളരെ സജീവമായി നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം വർഷങ്ങളോളം നൂറുകണക്കിന് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് വിജ്ഞാനം പകർന്നുകൊണ്ടിരുന്ന ഗുരുവര്യരായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, ഇതിലൊന്നുമല്ല കാര്യം, ഇതിലപ്പുറം ആത്മീയമായ വഴികളിലേക്കാണ് പോവേണ്ടത്. അദ്ദേഹം ആ ജോലി രാജിവെക്കുക. പിന്നെ ബഗ്ദാദിൽ നിളാമുൽ മുൽക്ക് സർവകലാശാലയിലെ മേധാവിത്വമൊക്കെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം പിന്നെ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞു വന്ന് അദ്ദേഹം പിന്നെ ഡമസ്കസിലേക്ക്, സിറിയയിൽ ഷാമിൽ ഡമസ്കസിലെ മസ്ജിദുൽ ഉമവി മസ്ജിദിൻ്റെ അൽ മനാറത്തുൽ ഗർബിയ എന്ന് പറയുന്ന വെസ്റ്റേൺ മിനാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മിനാരത്തിൻ്റെ ചുവട്ടിൽ ആരോരും അറിയാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം ചടഞ്ഞിരുന്ന് പിന്നെ കിതാബ് രചനകളിൽ മുഴുകുകയാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ അദ്ദേഹം രചിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹം വസീത്തും വജീസും വലിയ വലിയ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ എഴുതിയിരുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഗസാലി ഇമാം ചെയ്തതൊക്കെ മോശമാണോ? അന്ന് എഴുതിയതൊക്കെ അല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സുകളിലെ അവസ്ഥകളിൽ മാറ്റം ഉണ്ടായി. അദ്ദേഹം അതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഉസ്ലത്തിൻ്റെ ഭാഗം, തസവുഫിൻ്റെ ഭാഗം, ആത്മസംസ്കരണത്തിൻ്റെ ഭാഗം, അങ്ങനെ അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീൻ രചിക്കാൻ തയ്യാറാവുകയാണ്. ലയ്യാ തോംരി ഫിൽ വസീത്തി വൽ വജീസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധമാണല്ലോ ആ വരികളൊക്കെ.
അപ്പോൾ ഒരേ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ പല അമലുകൾ, പല കർമ്മങ്ങൾ, പല മണ്ഡലങ്ങളിലൂടെ അവരുടെ കർമ്മങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക, ദൗത്യ നിർവഹണങ്ങൾ പിന്നെ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവർ കർമ്മശാസ്ത്ര രംഗത്ത് അവർ എഴുതിയ വലിയ വലിയ ഗ്രന്ഥങ്ങൾ എത്രയോ വലിയ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്കത് കാരണമായി. അതൊന്നും മോശമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവരുടെ അഹ്വാലുകൾ വേറെ ചില അവസ്ഥകളിൽ മാറിയപ്പോൾ വേറെ അവസ്ഥകളിലായി പിന്നീട് അവർ. അപ്പോൾ ഇഹ്യാ ഉലൂമുദ്ദീൻ പിറന്നു. അപ്പോൾ അത് അമലുകൾ, മനുഷ്യൻ്റെ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അമലുകൾ എന്ന് പറഞ്ഞ നിസ്കാരം, നോമ്പും അല്ല നമ്മൾ ആദ്യം പറഞ്ഞു. അത് മാത്രമല്ല, ഇതൊക്കെ അമലുകളാണ്. ഗ്രന്ഥരചനകളാവട്ടെ, അതുപോലെ സൈനിക മുന്നേറ്റങ്ങളാവട്ടെ, വ്യാപാരങ്ങളാവട്ടെ, വാണിജ്യങ്ങളാവട്ടെ, നല്ല നീയത്തോടു കൂടിയാകുമ്പോൾ ഇതൊക്കെ അമലുകളാണ്. ഇതൊക്കെ അജ്നാസുകൾ, ഇതിൻ്റെയൊക്കെ ജനസ്സുകൾ, ഇതിൻ്റെയൊക്കെ ഇനങ്ങൾ, തരങ്ങൾ, വകുപ്പുകളൊക്കെ മാറും അഹ്വാലുകളുടെ തനവനുസരിച്ച്. ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ വിശദീകരണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വചനത്തിലേക്ക് തിരിച്ചു വരിക, ഹിക്മത്തിലേക്ക്. മഹാനായ ഇബ്നു അതാഇല്ലാഹി സക്കന്ദരി തങ്ങൾ പറയുന്ന വാക്യത്തിലേക്ക്, തനവ്വഅത് അജ്നാസുൽ അഅമാൽ, കർമ്മങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ ഇനങ്ങൾ, തരങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട്, വ്യത്യസ്തമാകും, അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. ലി തനവ്വുഇ വാരിദാത്തിൽ അഹ്വാൽ, അവസ്ഥാന്തരങ്ങളുടെ, അഹ്വാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥകൾ, അവസ്ഥാന്തരങ്ങളുടെ പിന്നെ വാരിദാത്തുൽ അഹ്വാൽ എന്ന് പറഞ്ഞാൽ വന്നു ചേരുന്ന അവസ്ഥ. അൽ അഹ്വാലുൽ വാരിദ എന്നർത്ഥം, അൽ അഹ്വാലുൽ വാരിദാത്ത് എന്നർത്ഥം, വാരിദാത്തുൽ അഹ്വാൽ. അപ്പോൾ സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണ്, വാരിദാത്ത്, അൽ അഹ്വാലുൽ വാരിദാത്ത്, അല്ലെങ്കിൽ അൽ അഹ്വാലുൽ വാരിദ എന്ന് പറയുന്നതിന് സ്ഥാനത്ത് തന്നെയാണ്, മായനക്ക് തന്നെയാണ് വാരിദാത്തുൽ അഹ്വാൽ. അപ്പോൾ വന്നു ചേരുന്ന അവസ്ഥാന്തരങ്ങളുടെ വൈവിധ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ ഇനങ്ങളിലും മാറ്റമുണ്ടാകും. അപ്പോൾ അഹ്വാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അൽ അഹ്വാലുൽ നഫ്സിയ, അൽ അഹ്വാലുൽ ഷഖ്സിയ, അൽ അഹ്വാലുൽ ദാഖിലിയ, ഇതൊക്കെ ഒരിനം. അതുപോലെ അൽ അഹ്വാലുൽ ഖാരിജിയ, അൽ അഹ്വാലുൽ പിന്നെ ഇജ്തിമാഇയ, സാമൂഹികമായ അവസ്ഥകൾ, അതായത് പുറമേക്കുള്ള മറ്റവസ്ഥകൾ, ഇതൊക്കെ ഈ അവസ്ഥകളൊക്കെ പെട്ടതാണ്. ഈ അഹ്വാലുകളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ചുകൊണ്ട്, വൈവിധ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ അമലുകളുടെ, ആരാധനകളുടെ, കർമ്മങ്ങളുടെ ഇനങ്ങളിലും ജനസ്സുകളിലും മാറ്റങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തങ്ങളായ, വളരെ ശ്രദ്ധേയമായ പല അർത്ഥതലങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു ഹിക്മത്താണ് മഹാനായ ഇബ്നു അതാഇല്ലാഹി സക്കന്ദരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹിക്മുൽ അതായിയിലെ 9ാമത്തെ ഹിക്മത്തായി രേഖപ്പെടുത്തുന്നത്. ഹാദാ വല്ലാഹു അലം വശുക്രൻ ലക്കും വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.